ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിങ്ങനെ ബലം പിടിച്ചിരിക്കുന്നത് വലിയ സീരിയസ് മീറ്റിങ്ങിനൊന്നും പോകാനല്ല കേട്ടോ. ഞാൻ ട്രെയിനിലായതുകൊണ്ട് അടുത്തൊക്കെ ആൾക്കാരുണ്ടായിരുന്നല്ലോ, അപ്പോൾ അങ്ങനെ ഇരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ബീച്ച് കാണാൻ പോവുകയാണ്. ഞാൻ ലണ്ടനിൽ വന്നിട്ട് ഇതുവരെ ബീച്ച് സൈഡിൽ പോയിട്ടില്ല. അപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ ബ്രൈറ്റൺ ബീച്ചിൽ പോകണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് ഞങ്ങൾ പ്ലാനിങ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് പോകാൻ അങ്ങനെ തീരുമാനിച്ചത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ട്രെയിൻ എടുത്തു. 2-3 ട്രെയിൻ കയറേണ്ടി വന്നു കേട്ടോ. ഞങ്ങളൊരു 1.5 മണിക്കൂറിലെടുത്തു അവിടെ ചെല്ലാനായിട്ട്. അപ്പം നമ്മൾ ട്രെയിനിൽ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിൻ കേട്ടോ. 2-3 ട്രെയിൻ എടുത്തു. അങ്ങനെ ഇതാണ് ഡയറക്റ്റ് ബ്രൈറ്റണിലേക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ബ്രൈറ്റണിലെത്തി. അപ്പോൾ ഞാനങ്ങനെ ആദ്യം തന്നെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് വലിയ ഇൻട്രസ്റ്റിൽ അങ്ങനെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഒരുപാട് ഷോപ്പുകളുണ്ടായിരുന്നു കേട്ടോ. പലതരം ഫുഡുകൾ, അതുപോലെ ഡ്രിങ്ക്സൊക്കെ കഴിക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. കഫേസ്, അതുപോലെ ഫുഡ്, അങ്ങനെ പല ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാഴ്ചകളൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. പിന്നെ നേരെ ടെസ്കോയിൽ കയറി കുറേ സ്നാക്സൊക്കെ മേടിച്ചു കേട്ടോ. അപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. ഒരാളിങ്ങനെ വഴിയിലിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കേട്ടോ. അപ്പോൾ ഇതാണ് ബീച്ചിൻ്റെ സൈഡിലെത്തി. അപ്പോൾ നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തേക്ക് കടക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കടലിൻ്റെ മനോഹരമായ ഈ കാഴ്ചയും അതുപോലെ തന്നെ തണുത്ത കാറ്റും ഈ ചുറ്റുമുള്ള ആളുകളുടെയൊക്കെ തിരക്കും അവരുടെ സന്തോഷവും ഇതെല്ലാം കൂടെ കാണുമ്പോൾ ശരിക്കും സ്പെഷ്യൽ ഡേ ആയിരുന്നു കേട്ടോ ഇന്ന്. ബീച്ചിൻ്റെ അടുത്തായിട്ട് കുറേ ഷോപ്പുകളും കഫേ, അതുപോലെ ഡ്രിങ്ക്സ് കഴിക്കാനുള്ള സ്ഥലങ്ങൾ, അങ്ങനെ എല്ലാം അവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. ഒരുപാട് ഡ്രിങ്ക്സ് കഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് അവിടെ കടലിനെ നേരെ നോക്കിയിരുന്ന് തന്നെ ഫുഡ് കഴിക്കുകയും എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. ഒരു ഡൗട്ട് തോന്നിയൊരു കാര്യം ഉരുളൻകല്ലുകളാണ് കേട്ടോ. ഇവിടെ നിറച്ച് ഉരുളൻകല്ലുകളാണ് ഈ ബീച്ചിൽ. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഈ ഉരുളൻകല്ലുകൾ ക്യാഷ് കൊടുത്ത് വീടിന് വിട്ടിട്ടുണ്ട്. പക്ഷേ ഇതിവിടെ നാച്ചുറലായിട്ടുണ്ടായതാണോ അതോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ഇത് ക്യാഷ് കൊടുത്ത് മേടിച്ചിട്ട പോലെയാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത്. കാണുമ്പോൾ ഭയങ്കര തറഞ്ഞിരിക്കുന്ന പോലെയെങ്കിലും നമ്മൾ നടന്നു കഴിയുമ്പോൾ പെട്ടെന്ന് കാല് താഴ്ന്നു പോകും കേട്ടോ. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാവോ? ഇത് നാച്ചുറലായിട്ട് ഇവിടെ ഉള്ളതാണോ എന്താണെന്നുള്ള കാര്യം ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നെ ശരിക്കും അട്രാക്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ലൈവ്ലി അറ്റ്മോസ്ഫിയർ തന്നെയാണ് കേട്ടോ. കാരണം എവിടെ നോക്കിയാലും ആൾക്കാരുടെ സന്തോഷം, കുറേ പേര് കുളിക്കുന്നു, കുറേ പേര് സംസാരിക്കുന്നു, ചിരിക്കുന്നു, മ്യൂസിക്, അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും നല്ല സന്തോഷം തോന്നി കേട്ടോ. ഞാനാണെങ്കിൽ കുറേ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ആഗ്രഹിച്ച രീതിയിലൊന്നും എടുക്കാനൊന്നും സാധിച്ചില്ല. അതുപോലെ തന്നെ ഞാൻ ബീച്ചിൽ കൂടെ ഓടി വരുന്നതൊക്കെ കുറച്ചൊക്കെ സ്ലോ മോഷനൊക്കെ എടുക്കാൻ ട്രൈ ചെയ്തു. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഉരുളൻകല്ലുകൾ കാരണം നമുക്ക് നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ആ ബീച്ചിലൊക്കെ നടക്കുന്ന പോലത്തെ ഒരു ഇതല്ലായിരുന്നു. കാരണം കാല് വേദനിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും ഓടാൻ പോയിട്ടും നേരെ വേണം എനിക്ക് നടക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നേ. അതാണ് ഞാനിങ്ങനെ പതുക്കെ പതുക്കെ അവിടെ നിൽക്കുന്നത്. പിന്നെ കുറേ നേരം ഞാൻ അവിടെ കരയിൽ വന്നിരുന്നു റെസ്റ്റ് ചെയ്യാനായിട്ട്. ആ സമയത്ത് ഞാൻ കണ്ടത് കുറേ ചിപ്പികളൊക്കെയാണ് കേട്ടോ. ചിപ്പിയും ഉരുളൻകല്ലുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വന്നു. കാരണം ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് കക്ക് കളിച്ചതും കല്ല് കൊത്തി കളിച്ചതും അവിടെ ഇരുന്ന് കുറേ നേരം ഞാൻ കല്ല് കൊത്തി കേട്ടോ. പഴയ കാലങ്ങളൊക്കെ അങ്ങനെ ഓർത്തു. പക്ഷേ ഒരു കാര്യം മനസ്സിലായി, പണ്ടത്തെ പോലത്തെ സ്പീഡൊന്നുമില്ല, എന്നാലും മറന്നിട്ടില്ല കേട്ടോ ഞാൻ. നിങ്ങൾക്കാർക്കെങ്കിലുമൊക്കെ ചെറുപ്പകാലത്ത് ഇങ്ങനത്തെ കളികളൊക്കെ ഓർമ്മ വരാറുണ്ടോ? ഞാനും അങ്ങനെയൊന്നും ഓർത്തിരുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ ഓർത്തത്. ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുക കേട്ടോ. നിങ്ങൾക്കാർക്കെങ്കിലും ഇതുപോലത്തെയൊക്കെ ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നേരെ പോയി 2 സ്ലുഷ് മേടിച്ചു കേട്ടോ. കുട്ടികളുടെ ഇഷ്ടപ്രകാരം മേടിച്ചാണ്. എനിക്ക് ടേസ്റ്റൊന്നും ഒത്തിരി ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ നേരെ കടൽപ്പാലത്തിൻ്റെ മേളിൽ പോയി ഒന്ന് കുറേ ആസ്വദിച്ചു. അവിടെ കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പെട്ടെന്ന് തന്നെ ഇറങ്ങി. അപ്പോൾ തണുപ്പാകാൻ തുടങ്ങിയായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ.